ഗൈസ്, അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്ന് ചെറിയൊരു ഈദൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷോപ്പിങ്. അപ്പോൾ ഷോപ്പിംഗ് വെച്ചാൽ വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല, ചെറിയൊരു ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഇതാ ഇവൾക്കൊന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇവൾക്ക് മാത്രമല്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഓൺലൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവൾക്കുള്ള സൈസും ഓൺലൈനിൽ കറക്റ്റായില്ല. അപ്പോൾ ഇവൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സാധാരണ ക്യാമറ എടുത്ത് തരല് അനിയനാണ്. അനിയൻ ഇവിടെ ഇല്ല, അനിയന് പുറത്ത് പോയിക്കണം. അപ്പോൾ ഞങ്ങളതിനെ ഒറ്റയ്ക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കട്ടെ, ഇങ്ങനെ ഒറ്റയ്ക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ഞങ്ങൾ നോക്കി നോക്കട്ടെ. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ, എന്ന് വെച്ചാൽ ചെറിയ ഷോപ്പിങ്. അപ്പോൾ ആ വീഡിയോ എന്തായാലും കാണാം. അങ്ങനെ കേസ് നമ്മൾ ട്രെൻഡ്സിലെത്തിയിരുന്നു. ട്രെൻഡ്സിലാണ് ഡ്രസ്സ് എടുക്കേണ്ടി വന്നത്. അപ്പോൾ അവിടെ ഒരു ഡ്രസ്സ് കാണിച്ചു കൊടുത്താൽ ഇതാണ് ഇപ്പോൾ ഒന്ന് എടുത്ത് വെച്ചിട്ടുള്ളത്. കാണിച്ചു തരാം, വീഡിയോ കാണിച്ചു കൊടുക്കുക. ഇതാണ് ഇപ്പോൾ ഒന്ന് എടുത്തിട്ടുള്ളത്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഇതാണ്. ഇതൊന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കട്ടെ. ഡ്രസ്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അതിൽ കാണിച്ചു തരാം. ഓക്കെ, അവളെ ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞ ഇട്ടിട്ട് ഇങ്ങോട്ട് കുറച്ച് ബാക്കിക്ക് നിങ്ങളിത് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് പറയണം കേട്ടോ. അഭിപ്രായം പറയണം, കമന്റിൽ അറിയിക്കണം. അവൾക്ക് ഇഷ്ടപ്പെട്ടാണ്. ഓൾമോസ്റ്റ് രസമൊക്കെ ഉണ്ട് സംഭവം. ഇല്ലേ, ഒരു വെറൈറ്റി ഇല്ലേ. ഒന്ന് പോസ് ഇട്ടാ നോക്കട്ടെ. പോസ് ഇട്ട് നോക്കട്ടെ, 2 പോസ് ഇട്ട് നോക്കട്ടെ. നിക്ക് 2-3 പോസ് ഇട്ട് നോക്കട്ടെ. ഇങ്ങോട്ട് വാ, നോക്ക്, നോക്കി നോക്കാം നമുക്ക്. എങ്ങനെയുണ്ട്? രസമുണ്ടടി, കണ്ടോ? നിങ്ങളെ അഭിപ്രായം അറിയിക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നമ്മൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഒരു വെറൈറ്റി സ്റ്റൈൽ, ഒരു യൂറോപ്യൻ സ്റ്റൈൽ. ഇതൊന്ന് ഒരു പോസിറ്റ് അവിടെ ഒന്ന് നോക്കട്ടെ. ഒരു പോസിറ്റ് നോക്കട്ടെ. ആ, ജസ്റ്റ് ഒരു പോസിറ്റ് നിക്കടോ. എന്താണ് അടുത്തൊന്നിട്ടോ പിന്നോട് ഡ്രസ്സ് കുറച്ച് പാക്ക് നോട്ടെ. ഇതെങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഇത് രസമില്ല ഒന്നും കൂടിയോ? ഇത് വിക്സ് ആക്കിയാലോ? വിക്സ് ആക്കിയാലോ? അങ്ങനെ ഗൈസ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങി. ഡ്രസ്സ് ഏതെടുത്ത് ചില ചെക്ക് കിട്ടിയിരുന്നില്ല അവള്, അതെടുത്തു. അതെടുത്തിട്ട് ഇത് അങ്ങനെ ഇറങ്ങി. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു പാൻറ് എടുക്കാണ്ടായിരുന്നു. അത് പിന്നെ വീഡിയോ അധികം എടുക്കാൻ പറ്റായിരുന്നു. അങ്ങനെ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇനി പോയി. ഇനി ഉമ്മാക്ക് 2 മാച്ച് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ ഇവൾക്ക് ഷൂ എടുക്കാണ്ട്. അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ അടുത്ത സ്ഥലത്ത് പോട്ടെ. ഗൈസ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ റിട്ടേൺ പോന്നു. അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് മെല്ലെ ഇങ്ങോട്ട് പോന്ന്. ഇനിയും കുറച്ച് പരിപാടികളുണ്ട്. നാളെ പെരുന്നാളല്ലേ, അപ്പോൾ അതിൻ്റെതായ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിനോ, എനിക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടോ ഇല്ലേ പറയും. ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചേട്ടാ, നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെ, എന്നായിക്കോട്ടെ ഗൈസ്. ഇനിയിപ്പോ വേറെ എന്തൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ എന്തായാലും ഇന്ന് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ പാടി നാളത്തെ പെരുന്നാളിന്റെ വീഡിയോ നാളെ വരുന്നതായിരിക്കും അല്ലേ? അപ്പോൾ നാളത്തെ പെരുന്നാളിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തൊക്കെയാ ഇനി നോക്കട്ടെ, എന്തെങ്കിലും ഈ വീഡിയോ തന്നെ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, അങ്ങനെ ഗൈസ് അങ്ങനെ വീട്ടിലത്തെ പർച്ചേസ് കഴിഞ്ഞ് അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ എടുത്ത് നമ്മളെ ഗോഡൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഗോഡൗൺ വെച്ചാൽ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അവിടെ എത്തി. അപ്പോൾ ഇനി അവിടെ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്ട്, അതൊക്കെ പാക്ക് ചെയ്തിട്ട് സാധനം കൊടുക്കാണ്ട്. എന്താ വെച്ചാൽ നമുക്ക് എന്ത് സാധനം നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് പരിപാടി. എന്നാൽ ഏലക്കായ് ഹോൾസെയിൽ പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്.
എല്ലാത്തരം മോഡലും ഏലക്കായും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഹോൾസെയിൽ പരിപാടി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമ്പർ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരണ്ടേ. അപ്പോൾ നമുക്ക് എവിടേക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചു തരും. എത്ര കിലോനാണെങ്കിൽ ഇപ്പോൾ 100 കിലോനായാലും 300 കിലോനായാലും നമ്മൾ അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കില്ല ഏലക്കായ ഹോൾസെയിലായിട്ട് ആർക്കെങ്കിലും നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്പർ വെച്ചോളി. നമുക്ക് സംസാരിച്ച് വില കാര്യങ്ങളൊക്കെ കൺഫേം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന വിലയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധനം എടുത്താൽ മതി. അപ്പോൾ ഓക്കെ, ആർക്കെങ്കിലും ഇതേമാതിരി ഏലക്കായ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൊന്നും മെസ്സേജ് അയക്കിട്ടാം. അപ്പോൾ ഓക്കെ, അതേമാതിരി നമുക്ക് ഏലക്കായിൻ്റെ പരിപാടി മാത്രമല്ല കേട്ടോ, ഏലക്കായ ഉണ്ട്. പിന്നെ അതേമാതിരി നമ്മളെടുത്ത് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് വെച്ചാൽ വെന്ത വെളിച്ചെണ്ണല്ലേ, അതിൻ്റെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ പോകാനുള്ള ഓർഡറാണ്, അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ആ പരിപാടി ഉണ്ട് നമ്മളെ കയ്യിൽ. അപ്പോൾ എന്താ വെച്ചാൽ വലിയ ഉപ്പിയും ഇനിയിപ്പോൾ നിങ്ങളറിയില്ല ആരും കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കണ കേട്ടോ, അല്ലാതെ പുറത്തുനിന്നൊന്നും മേടിക്കണമെന്നില്ല. നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ധൈര്യത്തിൽ വാങ്ങാം. കാരണം ഞാൻ എൻ്റെ വീട്ടിലേക്കും എല്ലാവരും ഞങ്ങൾ ചെയ്യുന്ന ഒരു വീട്ടിലൊക്കെ യൂസ് ചെയ്യുള്ളതിന്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ സാധനം വാങ്ങാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓർഡർ പോകാനുള്ളതാണ്. അപ്പോൾ ഇതും ഈ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ കൊറിയർ അയച്ചിരും, എവിടേക്കാണെന്നുണ്ടെങ്കിലും. പിന്നെ ആമസോണിലും കാര്യങ്ങളൊക്കെ നമ്മളെ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഇതിൻ്റെ അടിയിൽ ഒന്ന് നമ്പർ അയച്ചാൽ മതി, മെൻഷൻ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമ്പറൊന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അയക്കാം. അപ്പോൾ നമ്മൾ സാധനം അയച്ചു തരും, നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നാൽ മതി. അപ്പോൾ അത്യാവശ്യം റിസൾട്ടുള്ള സംഭവമാണ്. എല്ലാവരും ഇതുവരെ യൂസ് ചെയ്തവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാൻ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ സാധനം എത്തിച്ചേരും കേട്ടോ. ഗൈസ്, അങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കാലത്തൊരു ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞൊക്കെ വന്ന് ഇപ്പോൾ വീട്ടിലെത്തി. നോമ്പറന്ന് ഫുഡൊക്കെ കഴിച്ച് ഇതപ്പോൾ ഇങ്ങനെ വീട്ടിൽ നാളെ പെരുന്നാളല്ലേ, അപ്പോൾ അതിൻ്റെ ഓരോ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇതപ്പോൾ ഓരോരുത്തർ മൈലാഞ്ചികൾ ഇടുകയാണ്. മൈലാഞ്ചി ഇടുന്നു. എന്താ മൈലാഞ്ചി ഇട്ടെന്ന് എനിക്ക് താത്തേ നോട്ടെ കാണിച്ച ഇതെന്താ കൈമെന്താ ഇവിടെ എന്താ നോക്കട്ടെ കാണിച്ച എന്താ അരയണ്ണ എന്താ മൈലാഞ്ചി പെരുന്നാളും അരയണ്ണും ഇവിടെ എന്താ ബന്ധം? പിന്നെ അരയണ്ണ ഇട്ടിക്കണേ ജി അങ്ങനെ ഇനി എന്താ പറയാ, അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ അതാ ഇങ്ങനെ ഓരോ പരിപാടി ആയിട്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കണം. അപ്പോൾ നാളെ നേരത്തെ എണീച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുതിയ വ്ളോഗ് നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇനി എനിക്ക് എന്താ പറയുക പെരുന്നാളിനെ കുറിച്ച്? നാളത്തെ എൻ്റെ പെരുന്നാളിൻ്റെ ഓർമ്മ എന്താ പറയും? ഞങ്ങൾക്കൊക്കെ നാളെ പെരുന്നാൾ പറയുമ്പോൾ നമുക്ക് ഉറക്കണ്ട, ഒരു പുതിയ ഡ്രസ്സിൻ്റെ അടുത്ത് ഇടയ്ക്കൊന്ന് പോയോക്കുക. അങ്ങനെയൊക്കെ ഞങ്ങളെ ചെറുപ്പക്കാലത്ത് ഞങ്ങൾ ഡ്രസ്സ് ഇങ്ങനെ പോയോക്കും. എന്ത് പുതിയ ഡ്രസ്സ് അവിടെ തന്നെ ഇല്ലേ എന്നൊക്കെ ഞങ്ങളിങ്ങനെ പോയോക്കും. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു കാര്യത്തില്. നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ അങ്ങനെയായിരുന്നു, ഡ്രസ്സ് എപ്പോഴും ഇങ്ങനെ ഞങ്ങളിടയ്ക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ഇങ്ങനെ തൊട്ട് നോക്കും, സ്പ്രേ അടിച്ച് നോക്കും. ഞാനിങ്ങനെയൊക്കെ ഓരോ ഇതൊക്കെ കാട്ടുമായിരുന്നു അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ അടുത്തൊരു പുതിയ വ്ളോഗായിട്ട് വരുന്നവരെ ഓക്കെ ബൈ.